പ്രിയപ്പെട്ട കുട്ടികള്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ അടുത്ത ആഴ്ച നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന യുവജനോത്സവം നമ്മുടെ സ്കൂളിൽ അരങ്ങേറുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ ഒരു സ്കൂളിന്റെ ഒരു പാരമ്പര്യമുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. അതെല്ലാവരും കാത്തു. ഇല്ലെങ്കിൽ ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവൽ നടത്തത്തില്ല. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അച്ചടക്കത്തോടു കൂടി പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം നമ്മൾ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യൂണിഫോമിൽ തന്നെ വരണം. നല്ല പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം. പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രത്യേകമായ സമയം അനുവദിച്ചിട്ടുണ്ട്. അല്ലാതെ വെറുതെ തേരാപ്പാര സ്കൂളിൽ പിന്നെ അച്ചടക്ക ലംഘനം നടത്തരുത്. ഒരു കാര്യം കൂടെ, ഫോൺ കൊണ്ടുവരാൻ പാടില്ല. അന്ന് ആരും ഫോൺ കൊണ്ടുവരരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശരി ബിജു. ബിജു സാറ് ചവിട്ട് നാടകത്തിന്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചവിട്ട് നാടകത്തിന്റെ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വേറെ ആരും കാണാൻ പോയി നിൽക്കണ്ട, കേട്ടല്ലോ. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മാത്രം അവിടെ പോയി നിന്നാണ്. ശരി, ബെല്ലടിച്ചോ സാർ. ഒപ്പനപ്പാട്ട് മൊബൈലിൽ, അപ്പൊ അത് വെച്ചാലല്ലേ പറ്റുള്ളൂ. ഒപ്പനപ്പാട്ട് കൊണ്ടുവരാലോ. അത് ഒരാള് മാത്രം ക്ലാസ് ടീച്ചറുമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം. ടീച്ചേഴ്സിന്റെ മൊബൈൽ ശരി സാർ, ടീച്ചേഴ്സിന്റെ മൊബൈൽ നിങ്ങളുടെ മൊബൈൽ വെച്ച് തന്നാ മതി, ഞങ്ങൾ ചോദിക്കുമ്പോ തരാം. ഓക്കെ, ഇനി നിശബ്ദരായി വലിയ വേളം ഉണ്ടാക്കാതെ ക്ലാസ്സിലോട്ട് പോകണം കേട്ടോ. ശബ്ദം ഉണ്ടാക്കരുത്. ലൈനായിട്ട് പോണോ? ലൈനുമായിട്ട് പോയാൽ മതി. ഓക്കെ, കോഴികളാണല്ലോ. അവരുടെ വിളിച്ചത് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോടാ. ആണോ? സത്യമാണോ? കണ്ടോ? ഉറപ്പല്ലേ? ഇവിടെ ചവിട്ടുനാടകം പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ സ്മെല്ലടിക്കുന്നുണ്ടോ അതിനകത്ത്? നോക്കി എന്തൊരു കുഴപ്പമുണ്ട്. അവരെ മുഖം നോക്കി എന്തൊരു കുഴപ്പമുണ്ടോ അവര്? അവൻ ഇതുവരെ എന്തെങ്കിലും ഡാൻസ് കളിക്കുന്നുണ്ടോ? ഇന്നാണ് ഡാൻസ് കളിച്ചത്. സാറേ ചവിട്ടുനാടകത്തിന് പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റേ തമിഴ് പാട്ട് ഡാൻസ് കളിക്കും. ഇവിടെ നോക്കണം, പ്രിൻസിപ്പൾ ഇവിടെ ഇരിക്കുന്നത്. സാർ ഇവന് ഇന്ന് കാലത്ത് മുതൽ ഇവര് ചെറിയ കുഴപ്പങ്ങൾ, നമ്മൾ നേരത്തെ സംശയമുള്ളവരാണ്. ഇവൻ എന്തോ ചവയ്ക്കുന്നില്ലടാ. എടാ നീ എന്താ ചവയ്ക്കുന്നത്? അവന് പോക്കറ്റിൽ കൈയിട്ടൊന്ന് മണത്ത് നോക്കി, സാധനം അറിയാൻ പറ്റും. സാർ അറിയാൻ പറ്റും, മണത്ത് നോക്കിയോ? ഇതൊന്നും നോക്കാവുന്ന നമ്മുടെ സമയമില്ല. അവിടെ ഉള്ള കാര്യമുള്ള പോലെ പറ. സാറ് ഇതിന് മൊത്തം പരിശോധിക്കണം, മൊത്തം പരിശോധിക്കണം. എന്തെങ്കിലും ഉപയോഗിക്കണുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാറേ.
അത് ശരി, ഈ ഇത് വലിയ പ്രശ്നങ്ങളാണല്ലോ. ചെറിയ രഹസ്യം കൂടെ പറയാനുണ്ട്. ആ. ഈ രാജേഷ് സാറിനും അഭിലാഷ് സാറിനും എന്റെ അടുത്ത് എന്റെ ക്ലാസ്സിലെ കുട്ടികളോട് എന്തോ ഒരു ഇടയ്ക്കിടയ്ക്ക് എന്റെ അത് ക്ലാസ്സിൽ നമ്മുടെ സ്റ്റാഫിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവിടെ അല്ല, ഇവനിപ്പോ 10 വയസ്സ് താഴെ നീ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? എന്നെ കുറിച്ച് അങ്ങനെ ചെയ്യാറില്ല സാറേ. അപ്പൊ വേറെ വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സംഗതി ഒരു ബോഡിക്കകത്തുണ്ട്. അതിന് ഇപ്പൊ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് പരിശോധിക്കാം. സംഗതി ഉള്ളിൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ കൈ പിടിച്ച് തിരിച്ചാണ്. ടീച്ചറെ, ഇത് നമ്മുടെ ഈ സ്കൂളിന്റെ ഒരു ഡിസിപ്ലിന്റെ പ്രശ്നം. ടീച്ചർ പിന്നെ നമുക്ക് കുട്ടികളോടൊക്കെ സ്നേഹം വേണം, പക്ഷെ ഇത് പിന്നെ അത് കണ്ടില്ലേ, അവരുടെ കണ്ണാടി കണ്ടില്ലേ? ഇന്ന് കണ്ടിട്ട് അവനോട് ഉപയോഗിച്ച ഒരു ലക്ഷണമുണ്ട്. സന്തോഷേട്ടനല്ലേ അവനെ പുറത്താക്കണം. എന്റെ കൈ പിടിച്ച് തിരിച്ചാൽ ഇത് പുറത്താക്കണം. അത്യാവശ്യമായിട്ട് സ്കൂളിലൊന്നും എത്തണേ. നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യമായിട്ട് സ്കൂളിൽ അല്ല, ഒരു പ്രശ്നമൊന്നുമില്ല. ഒന്ന് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ പോവാണ് കേട്ടോ. ആയിക്കോട്ടെ. പ്രശ്നം ഒന്ന് പറയട്ടെ, അവരോട് എന്തോന്നുള്ളത് ഞാൻ പറയാം. സ്കൂൾ ഓഫീസിൽ വേണ്ട, സ്കൂൾ ഓഫീസിൽ വേണ്ട. നിങ്ങൾ ഇവിടെ ഇരുന്നാട്ടെ, സമാധാനമായിട്ട് ഇരുന്നാട്ടെ. സാറേ, കാര്യങ്ങളൊക്കെ നിങ്ങളൊരു കാര്യം, ഒരു പ്രാവശ്യം ഒരാൾ സംസാരിക്കേ എന്നോട് ഇങ്ങനെ വേണം വെച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഒരാൾ നമ്മൾ സംസാരിക്കും. ബിജു ഞാനീ പറയുന്നത്, ബിജു നമുക്ക് ഈ നാട്ടില് എനിക്ക് ചുരുക്കം പേരുമായിട്ട് വലിയ ബന്ധമുള്ളൂ, അതിലൊരാളാ ബിജു. അപ്പൊ ബിജുവിന്റെ കാര്യം നമുക്ക് ഈ ബിജുവിന്റെ കുട്ടി പഠിക്കുന്നവരോ രണ്ടുപേരൂടെ ശ്രമിച്ചാൽ മാത്രമേ ഈ കുട്ടി നന്നാവുള്ളൂ. കാരണം മാറി നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്. ബിജു കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്. അല്ലേ 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 നിങ്ങൾ പറയുന്നത് ശരി, നിങ്ങൾ പറയുന്നത് ശരി അല്ല, നിങ്ങൾ പറയുന്നത് ശരി, കുഴപ്പമില്ല. ഇവനെ നമുക്ക് ഒരു 15 ദിവസത്തെ അവനൊന്നും മാറി നിൽക്കട്ടെ. അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊന്ന് പരീക്ഷ വരും, ഇവിടെ വന്ന് കുഴപ്പവും വേണ്ട, നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. ബിജു കഷ്ടപ്പെടുന്നത് അമ്മ പറയുന്ന കാര്യമുണ്ട്. സാറെന്ന് പറഞ്ഞു സാറ് നിങ്ങളൊരു സജഷൻ പറഞ്ഞു. അവന്റെ കൈ പിടിച്ച് തിരിച്ചു. അവര് 30 ദിവസം അവരെ പുറത്താക്കണം. കഴിവേനെടുത്തത് മുമ്പരക്കാണ്. ഞാൻ നിന്നെ കൂടെ സംരക്ഷിക്കാൻ
ബിജു പറഞ്ഞത് ശരിയാണ്. ഹലോ. PTA പ്രസിഡന്റ് ഒന്ന് വന്നോളൂ. ഹലോ, എന്റെ സുഖേന്ദ്രൻ സാറേ, ഫോൺ എടുത്തേ. സുഖേന്ദ്രൻ സാറേ, എന്താ? സുഖേന്ദ്രൻ സാറേ, ഒരു അത്യാവശ്യ കേസെടുത്ത് നമ്മുടെ സ്കൂളിലുണ്ട്. പെട്ടെന്നൊന്ന് വരണം. ഓക്കെ സാർ.